രാവിലെ തന്നെ മഴ തുടങ്ങിയിരുന്നു. അപ്പോൾ സാധാരണ ഇന്നലെ രാവിലെ മഴ മാറി കുറച്ച് വെയിലായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല അവസ്ഥ. നല്ല മഴ പെയ്യുന്നുണ്ട്. മാത്രമല്ല പഴയ പോലെ ചെളിയൊക്കെ പഴയതുപോലെ ആവുന്നു. ഇന്ന് രാത്രിയൊക്കെ മഴ ഉണ്ടായത് കാരണം ചെളിയൊക്കെ പഴയതുപോലെ ആവുന്നു. രക്ഷാദൗത്യത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇന്നിപ്പോൾ രക്ഷാദൗത്യം അവിടെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ സെർച്ചിങ് തുടങ്ങുന്നു. എസ് കെ എൻ നേരത്തെ പറഞ്ഞ ആ കുടുംബം പോലെ നമ്മൾ ഈ മണ്ണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ വലിയ വേദനയാണ്. എല്ലാവരുടെയും ദുഃഖഭരിതമായ മുഖങ്ങൾ മാത്രമേ കാണാനുള്ളൂ. എസ് കെ ഞാനിപ്പോൾ നിൽക്കുന്ന കാരുണ്യ റെസ്ക്യൂ ഹോം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. 10-20 വർഷമായി ഈ ചുവൽമേൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. കാരുണ്യ സഹായ സംഘം അവിടെയുണ്ട്. ജ്യോതി പാലിയേറ്റീവ് കെയർ സെന്റർ മേപ്പാടിയിൽ ഇവിടെ ഈ ചുവൽമേൽ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമാണ്. എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ ഒരു സഹായകരമായി എല്ലാ കാലവും നിന്ന ഒരു സ്ഥലമാണ്. ഇവിടെയുള്ള ടീമുകൾ, അതിൽ നസീർ എന്ന് പറയുന്ന ഒരാളുടെ ശരീരം ഇന്നലെയാണ് സ്കാൻ കിട്ടി. ഇന്നലെ അതിൻ്റെ സംസ്കാരമുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെ നിന്നാണ്. മാത്രമല്ല ഇവരൊക്കെ ഈ പ്രദേശവാസികളാണ്. ഇവർ ഈ ദിവസങ്ങളിലൊക്കെ ഇത് നേരിട്ട് അറിയുന്നവരും നേരിട്ട് കാണുന്നവരും ആ ദിവസം തന്നെ അവരെ കൊണ്ട് കഴിയുന്ന പോലെ ഇവിടെ ആൾക്കാരെ രക്ഷപ്പെടുത്തിയവരൊക്കെയാണ്. എന്തോ അല്ലേ ആ രാത്രി എന്തായിരുന്നു? ആ രാത്രി ഞങ്ങൾ ആന റോഡിലിറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫോറസ്റ്റുകാരും വന്നിട്ട് ഞങ്ങൾ ആനേനെ ഓടിക്കുന്നൊരു സമയമുണ്ടായി. അപ്പോൾ അങ്ങനെ ആന ഓടിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കാണ് നമ്മുടെ സുഹൃത്ത് പറഞ്ഞ ഇവിടെ പൊട്ടുന്നുണ്ടെന്ന്. അതിൻ്റെ വോയിസ് ഇതിലേക്ക് കേൾപ്പിക്കാം. അങ്ങനെ ആ സമയത്ത് ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വന്ന ഒരു വോയിസ് ആണ്, അയച്ച ശബ്ദ സന്ദേശമാണ്. ഭയങ്കര സൗണ്ടാണ്. രണ്ടാമത് പൊട്ടുന്നുണ്ട്. മുണ്ടകൈ രണ്ടാമത് പൊട്ടുന്നുണ്ട്. അതിന്റെ ഭാഷ എന്താ എസ് കെ ഇതാണെങ്കിൽ ഇത് മദ്രസയ്ക്ക് മുകളിൽ നിന്ന ഒരാളേക്ക് ശബ്ദ സന്ദേശമാണ്. ഏതാണ് ഈ മുണ്ടക്കൈ രണ്ടാമത് പൊട്ടുന്നു എന്ന് പറയുകയാണ്. അവിടെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാനൊക്കെ ഓഡിയോ ക്ലിപ്പിൽ പറയുകയാണ് സ്കാൻ. ഇത് കേൾക്കുമ്പോൾ വലിയ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആദ്യം ഒരു തവണ ഉരുൾപൊട്ടുന്നു. അതിനുശേഷം അവർ ഈ മദ്രസയുടെ ബിൽഡിങ്ങിന് മുകളിലേക്ക് കയറി നിൽക്കുന്നു. അപ്പോൾ ആ മദ്രസക്കകത്തിരുന്ന ഒരാൾ അവരോട് വിളിച്ച് പറയുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പുകളിലേക്ക് ഉറക്കെ വിളിച്ച് പറയുന്നതാണ്, രണ്ടാമത് പൊട്ടുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഇറങ്ങിപ്പോകൂ എന്ന് പറയുന്നത് ഈ ശബ്ദവും ഈ ശബ്ദത്തിൽ നിന്ന് വളരെ വ്യക്തമായി തന്നെ കേൾക്കുന്നു. അപ്പോൾ അങ്ങനെ വലിയ വേദനകളുടെ ഓർമ്മകൾ പേര് ഇവിടെ നിൽക്കുകയാണ്. ഈ നസീർ എന്ന് പറഞ്ഞ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണ്. ഭാര്യയുടെ സഹോദരനുമാണ്. ഞങ്ങൾ കൂട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടെയാണ്. ഞങ്ങൾക്ക് ഈ നാട്ടിലേക്ക് എല്ലാ മേഖലയിലേക്കും എല്ലാ കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുന്ന ഒരാളായിരുന്നു ഈ നസീർ എന്ന് പറയുന്നത്. എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അതുകൊണ്ട് ഈ നാട്ടിൽ നസീർ നഷ്ടപ്പെട്ടത് എല്ലാവർക്കും വളരെ വേദനയുള്ള ഒരു സംഗതിയാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രമല്ല നാട്ടിന് മൊത്തം ഒരു തീരാ നഷ്ടമാണ് ഈ നസീറും കുടുംബം നഷ്ടപ്പെട്ടത്. കുടുംബത്തിലെ കുറേയധികം പേര് പോയി. അവർ 6 പേരുണ്ടായിരുന്നു. നസീറിന്റെ ഉപ്പയും ഉമ്മയും ഭാര്യയും 2 മക്കളും നസീറും. ഇവർ 6 പേര് ഒന്നിച്ച് പോയി. നിങ്ങളുടെ കൂടെ ഇവിടെ സഹകരിച്ചിരുന്ന കുറെ ഈ നസീർ അല്ലാതെ ആൾക്കാരും പോയിട്ടുണ്ട്. നസീർ നമ്മളെ ടീമിൽ നസീർ അല്ലാതെ വേറെ ആരും പോയിട്ടില്ല. നസീർ തന്നെ ഇപ്പോൾ നമ്മൾ ഒരിക്കലും നമുക്ക് അപ്സെറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളായിരുന്നു നസീർ. 6 മണി മുതൽ 8 മണി വരെ വളരെ ആക്റ്റീവായ ഒരു വ്യക്തിയാണ് നസീർ പറഞ്ഞത്. നമ്മളെ ബന്ധക്കാരനും ആണ്, അതേപോലെ തന്നെ നമ്മളെ ഒറ്റ സുഹൃത്താണ്. ഏത് സമയത്ത് എല്ലാ കാര്യങ്ങളിലും എല്ലാവരും നല്ലത് പറയാനുള്ളൂ. അല്ലാതെ ഒന്നും അവരെ പറ്റി പറയാനില്ല. ഓപ്പൺ മനസ്സുള്ളൊരു വ്യക്തിയാണ്. എല്ലാ കാര്യത്തിനും ഓടി എത്തുന്ന, എന്ത് കാര്യത്തിനും ആര് വിളിച്ചാലും. ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഒക്കെ ഏകദേശം മരത്തിൻ്റെ എല്ലാ വർക്കുകളും ചെയ്തത് ഒന്നാണ്. കാരണം ഓല് പിന്നെ ഈ പാട്ടെടുത്തിട്ട് കുരുമുളകും മറ്റുള്ള കാര്യങ്ങളെടുത്തിട്ട് അവിടെ തന്നെയാണ് കൂടുതലുണ്ടായാലും. അങ്ങനത്തെ നല്ലൊരു മനുഷ്യനായിരുന്നു. അതിനെപ്പറ്റിയൊന്നും നമുക്ക് വിവരിക്കാൻ കഴിയില്ല. അത്രയും നേരം പോലത്തെ നീച്ചമ്മൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം പോയി, ഒരുപാട് ആൾക്കാർ. അവിടെ ഇനി ആ വീടൊക്കെ എങ്ങനെ ശരിയാക്കാനാണ്, അവിടെ ആൾക്കാർ എങ്ങനെ ജീവിക്കാനാണ്? ആ ഈ സ്കൂളിൻ്റെ നമ്മൾ ആ ഏരിയയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. ബാക്കിയുള്ള ഭാഗങ്ങളിലെ ജനങ്ങളെ അവസ്ഥ ഇപ്പം നിങ്ങളൊക്കെ ഒരാഴ്ചയായിട്ട് കാണുന്നുണ്ടല്ലോ. രാവിലെ ഇങ്ങോട്ട് പോകാൻ നിൽക്കണോ? ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. ഞങ്ങൾ ടീം കുറച്ചും കൂടെ ആൾ വരാണ്ട്, വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇനി അവിടെ ചെയ്യാൻ പോകാൻ. ഒരുപാട് ബന്ധുക്കളും വേണ്ടപ്പെട്ടവരൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ അളിയനാണ് നസീർ എന്ന് പറഞ്ഞ ആള്. ഞങ്ങളവിടെ പോകുന്ന സമയത്ത് ആദ്യത്തെ പൊട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിരുന്നു. ഇവിടുത്തെ ആൾക്കാരെ രക്ഷപ്പെടുത്തിയതിന് ശേഷം ഞങ്ങൾ സ്കൂൾ റൂട്ടിന് കയറി. സ്കൂൾ